ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഡെയിലി ഡിഷ് 992ൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മധുരം പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നലെ ഒരു വീഡിയോ കണ്ടായിരുന്നു, അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 കപ്പ് റവ വേണം. റവ വറുക്കണമെന്നില്ല കേട്ടോ, റവ വറുക്കാതെയും ഉപയോഗിക്കാം. അതിലേക്ക് പഞ്ചസാരയും 3 സ്പൂണ് പഞ്ചസാരയും കൂടി ഇടണം. എന്നിട്ട് അതിലേക്ക് റവ എത്രയാണ് എടുത്തത് അതിന് കണക്കായി പാലും എടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി ചേർക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി ചേർത്ത് നമുക്കിതൊന്ന് മൂടി വയ്ക്കണം കുറച്ച് സമയം. ഒരു 10-15 മിനിറ്റോളം മതിയാകും. ഇനി നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. 2 അണി ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ ഉരുക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് 2 സ്പൂണ് നെയ്യ് എടുക്കാം. 2 സ്പൂണ് നെയ്യ് എടുത്ത് അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങയായാലും മതിയാവും. നമ്മൾ അതിലേക്ക് ഇടാനുള്ള കൂട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഒരുക്കിയ ശർക്കരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ കാഷ്യൂനട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. മുന്തിരി ഇടുമ്പോൾ തന്നെ കാഷ്യൂനട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ശർക്കര നല്ലോണം വറ്റി വരണം, എന്നാലേ അതൊന്ന് പാകമാകുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഈ ശർക്കരയും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ശർക്കര ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ക്യാരറ്റ് നല്ല പോലെ നമുക്ക് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 2-3 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ശർക്കര നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റവയിലേക്ക് ഒഴിക്കാനുള്ള കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. ഇനി റവയൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. നല്ലപോലെ പൊതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് ലൂസാക്കി എടുക്കണം. ഒരിച്ചിരി ലൂസാക്കിയാൽ മതി, അധികം ലൂസാക്കണ്ട. വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അടുപ്പത്ത് ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് നെയ്യ് തൂവി കൊടുക്കണം. നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നേർമയായിട്ട് ചെയ്താലും മതി കേട്ടോ. ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യണമെന്നില്ല, ഇതുപോലെ ഒന്ന് വിതറി കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ചും കൂടി ലൂസാവണമായിരുന്നു കേട്ടോ. എൻ്റേത് കുറച്ച് കട്ടിയായിപ്പോയി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഒരു പരീക്ഷണം. ഇതിലൊഴിച്ചിട്ടും ബാക്കി ഉണ്ടായതുകൊണ്ട് ഇഡ്ഡലി തട്ടിലും കൂടി 1, 2, 3 ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ സെറ്റായി. നമുക്കിനി ഇഡ്ഡലി തട്ടൊക്കെ അതിലേക്ക് നെയ്യ് തൂവി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കൂട്ടും കൂടി വെച്ചിട്ട് നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന കേട്ടോ. പാലിൻ്റെ ടേസ്റ്റൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊരു വ്ളോഗർ ചെയ്യുന്ന കണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നി. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് വേവിക്കണം. മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പത്താണ് വെച്ചിട്ടുള്ളത്. ഇനി തുറന്നിട്ടൊന്ന് വെന്തിനോ നോക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് 1 കിലോ പപ്പടക്കുത്തിയോ എന്തെങ്കിലും എടുത്ത് വെന്തിനോ നോക്കാം. എൻ്റേത് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചത് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത്.
ബേക്കിംഗ് പൗഡർ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റ് ഉള്ളതും കൂടി ഒന്ന് നോക്കാം. അത് കത്തിക്കൊണ്ട് സൈഡൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് ആക്കി വെക്കാം. ആ പ്ലേറ്റിൽ നിന്ന് നമുക്കൊന്ന് മുറിച്ച് കൊടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ സ്ക്വയർ ഷേപ്പിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരു പരീക്ഷണമാണെങ്കിലും പാളിപ്പോകുമെന്ന് വിചാരിച്ചു, എന്നാലും ചെറുതായിട്ടൊന്ന് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ മധുരപലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേര് കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.